ഒത്തിരിയും പേര് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്. അവർക്ക് PR കിട്ടുന്നില്ല. ഇതിൽ നമുക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ സ്കൂൾ ടീച്ചറാണ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആണ്, അതായത് നമ്മുടെ ലിഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ലിഫ്റ്റ് മെക്കാനിക് ഒക്കെ ഉണ്ടല്ലോ, ഈ സ്കോർ വളരെയധികം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് PR കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ നാട്ടിൽ നിന്ന് കുക്കായിട്ട് വരുന്ന ആൾക്കാർ, കോൺക്രീറ്റ് ഫിനിഷേഴ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ മേശിരിമാരുണ്ടല്ലോ, കാനഡയിൽ IT ഫീൽഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ PR കിട്ടും. ഇനി പറയാൻ പോകുന്നത് 19 ജോലികളിൽ STEM എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് പറയുന്നത്. അതിൽ ഒന്നെന്ന് പറഞ്ഞാൽ ആർക്കിടെക്ട് ആണ്. അവർ NOC കോഡ് 21200 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നെ പറയുന്നത് ബിസിനസ് സിസ്റ്റം സ്പെഷ്യലിസ്റ്റ് ആണ്. അവർ NOC കോഡ് 21201 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നെ പറയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം മാനേജേഴ്സ്, അവർ NOC കോഡ് 20012 ആണ്, ടിയർ ലെവൽ 0 ആണ്. ടിയർ ലെവൽ 0 ഉള്ളൊരു ജോലി പോലും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. നമുക്കറിയാം IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരിയും പേര് അങ്ങനെ PR കിട്ടി കാനഡയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി മുതൽ അത് നടക്കത്തില്ല, വളരെയധികം പാടായിരിക്കും അവർക്ക് PR കിട്ടാൻ. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ കാനഡയിലേക്ക് IT ഫീൽഡിൽ പഠിക്കാൻ വരുന്ന ആൾക്കാരാണെങ്കിലും ശ്രദ്ധിക്കുക, നിങ്ങൾക്കും PR കിട്ടാൻ പാടായിരിക്കും. പിന്നുള്ളത് കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് എക്സെപ്റ്റ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈനേഴ്സ്. അപ്പം അവർ പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ കുഴപ്പമില്ല, എങ്കിൽ പോലും കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ കാറ്റഗറിയിലാണെങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ NOC കോഡ് 21311 ആണെങ്കിൽ, ടിയർ ലെവൽ 1 ഉള്ള ജോലിയാണ് ആണെങ്കിൽ നിങ്ങൾക്ക് കാറ്റഗറി ഡ്രോയിൽ കിട്ടത്തില്ല. പിന്നുള്ളത് കമ്പ്യൂട്ടർ സിസ്റ്റം ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ് ആണ്. അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 21230 ആണ്, ടിയർ ലെവൽ 1 ജോലിയാണ്, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ഡേറ്റ സയന്റിസ്റ്റ് ആണ്. അവർ NOC കോഡ് 21211 ആണ്, ടിയർ ലെവൽ 1 ഉള്ള ജോലിയാണ്. പിന്നെ വരുന്ന ജോലി എന്ന് വെച്ചാൽ ഡേറ്റാബേസ് അനലിസ്റ്റ് ആൻഡ് ഡേറ്റ അഡ്മിനിസ്ട്രേറ്റർ ആണ്. അവർ NOC കോഡ് 21223 ആണ്, ടിയർ ലെവൽ 1 ഉള്ള ജോലിയാണ്. പിന്നെ വരുന്നത് എഞ്ചിനീയറിംഗ് മാനേജേഴ്സ് ഉണ്ട്, അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. അവർ NOC കോഡ് 210 എന്ന് പറയുന്ന NOC കോഡാണ്. ഈ ജോലി ടിയർ ലെവൽ 0 വരുന്ന ജോലിയാണ്. പിന്നെ വരുന്നത് ഇൻഫർമേഷൻ സിസ്റ്റം സ്പെഷ്യലിസ്റ്റ് ആണ്. അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 21222 ആണ്, അത് ടിയർ ലെവൽ 1 ജോലിയാണ്, അത് ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ ലാൻഡ്സ്കേപ്പ് ആർക്കിടെക്ടർ ഉണ്ട്, അവരെ ഒഴിവാക്കി. 21201 ആണ്, ടിയർ ലെവൽ 1 ആണ് ജോലി. പിന്നെ വരുന്ന മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ജോലിയാണ്. അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 21210 ആണ്, അവരെ ഒഴിവാക്കി. അവർ ടിയർ ലെവൽ 1 വരുന്ന ജോലിയാണ്. പിന്നെ പറയുന്നത് മെറ്റലർജിക്കൽ ആൻഡ് മെറ്റീരിയൽ എഞ്ചിനീയേഴ്സ് ഉണ്ട്. അവർ NOC കോഡ് 21322 ആണ്, ടിയർ ലെവൽ 1 ആണ് അവരുടെ ജോലി വരുന്നത്. പിന്നെ വരുന്നത് വെച്ചാൽ നാച്ചുറൽ ആൻഡ് അപ്ലൈഡ് സയൻസ് പോളിസി റിസർച്ചേഴ്സ് കൺസൾട്ടന്റ് ആൻഡ് പ്രോഗ്രാം ഓഫീസേഴ്സ് ഉണ്ട്. അവർ NOC കോഡ് വരുമ്പോഴത്തേക്ക് 41400 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നെ പറയുന്നത് സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്, അവർ NOC കോഡ് 21332 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ഡിസൈനേഴ്സ് ഉണ്ട്, 21231 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നെ വരുന്നത് വെച്ചാൽ അർബൻ ആൻഡ് ലാൻഡ് യൂസ് പ്ലാനേഴ്സ് ഉണ്ട്. അവർ NOC കോഡ് എന്ന് വെച്ചാൽ 21202 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നുള്ളൊരു ജോലി എന്ന് വെച്ചാൽ വെബ് ഡിസൈനേഴ്സ് ആണ്. അവർ NOC കോഡ് വരുമ്പോഴത്തേക്ക് 21233 ആണ്, ടിയർ ലെവൽ 1 ആണ്. പിന്നെ വരുന്ന ജോലി എന്ന് വെച്ചാൽ വെബ് ഡെവലപ്പേഴ്സ് ആൻഡ് പ്രോഗ്രാമേഴ്സ്. ഈ ഫീൽഡിലും ഒത്തിരിയും പേര് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിക്കാൻ വേണ്ടി കാനഡയിലേക്ക് വന്നിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ ഒത്തിരിയും പേരുണ്ട്. അവരുടെ NOC കോഡ് എന്ന് വെച്ചാൽ 21234 ആണ്, ടിയർ ലെവൽ 1 ആണ്. ഇത്രയും ജോലികൾ ഈ പറഞ്ഞ കാറ്റഗറി ബേസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക. ഇനി പറയാൻ വേണ്ടി പോകുന്നത് ട്രേഡ് കാറ്റഗറിയുള്ള ജോലിയാണ്. അതിൽ ഏകദേശം 19 ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ 4 ജോലികൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊക്കെ നോക്കാം. അതിൽ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ ആൻഡ് സൂപ്പർവൈസേഴ്സ് ആണ്. അവരുടെ NOC കോഡ് എന്ന് പറഞ്ഞാൽ 82021 ആണ്, ടിയർ ലെവൽ 2 ഉള്ള ജോലിയാണത്. പിന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഫ്ലോർ കവറിംഗ് ഇൻസ്റ്റാളേഴ്സ് ഉണ്ട്. അവരുടെ NOC കോഡ് എന്ന് പറഞ്ഞാൽ 7311 ആണ്, ടിയർ ലെവൽ 3 ആണ് അവരുടെ ജോലി വരുന്നത്. പിന്നെ പറയുന്നത് പെയിന്റേഴ്സ് ആൻഡ് ഡെക്കറേറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഇന്റീരിയർ ഡെക്കറേഷൻ അല്ല പറയുന്നത്, എക്സ്റ്റീരിയർ ആണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് ഇന്റീരിയർ ആണെങ്കിൽ ശ്രദ്ധിക്കുക, അത് ഈ കാറ്റഗറി വരത്തില്ല. ഓക്കെ, അപ്പോൾ അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 73112 ആണ്, ടിയർ ലെവൽ എന്ന് പറഞ്ഞാൽ 3 ആണ്. പിന്നെ പറയുന്നത് റൂഫേഴ്സ് ആൻഡ് ഷിംഗ്ലേഴ്സ് ആണ്. അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 73110 ആണ്, ടിയർ ലെവൽ 3 ആണ്. പിന്നെ പറയുന്നത് കോൺക്രീറ്റ് ഫിനിഷേഴ്സ് ഉണ്ട്, നമ്മുടെ നാട്ടിലെ മേശിരിമാരുണ്ടല്ലോ. ഓക്കെ, അവർ NOC കോഡ് 73100 ആണ്, ടിയർ ലെവൽ 3 ആണ്. പിന്നെ പറയുന്നത് വെച്ചാൽ അതർ ടെക്നിക്കൽ ട്രേഡ്സ് ആൻഡ് റിലേറ്റഡ് ഒക്കുപ്പേഷൻസ് ആണ്. അവർ NOC കോഡ് വരുന്നത് 72999 ആണ്, അവരുടെ ടിയർ ലെവൽ വരുമ്പോഴത്തേക്ക് 2 വരും. പിന്നെ വരുന്നത് വാട്ടർ വെൽ ഡ്രില്ലേഴ്സ് ആണ്. അവർ NOC കോഡ് 72501 ആണ്, ടിയർ ലെവൽ 2 ആണ്. പിന്നെ ഇലക്ട്രിക്കൽ മെക്കാനിക്സ് ഉണ്ട്. അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 72422 ആണ്, ടിയർ ലെവൽ 2 ആണ്. അതുപോലെ തന്നെ ഹെവി ഡ്യൂട്ടി എക്യുപ്മെന്റ്സ് മെഷീനിസ്റ്റ് ഉണ്ട്. അവർ NOC കോഡ് പറയുമ്പോഴത്തേക്ക് 72401 ആണ്, അത് ടിയർ ലെവൽ 2 ആണ്. ബ്രിക്ക് ലെയേഴ്സ് ഉണ്ട്. അവർ NOC കോഡ് 72302 ആണ്, അവരുടെ ടിയർ ലെവൽ 2 ആണ്. പിന്നെ ക്യാബിനറ്റ് മേക്കേഴ്സ് ഉണ്ട്, 72311 ആണ്, അവരുടെ ടിയർ ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ വരുമ്പോഴത്തേക്ക് ഗ്യാസ് ഫിറ്റേഴ്സ് ഉണ്ട്, 72302 ആണ്, അവരുടെ ടിയർ ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. പിന്നെ വരുന്ന ജോലി എന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയൽ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്. അവർ NOC കോഡ് 72201 ആണ്, ടിയർ ലെവൽ 2 ആണത്.
പിന്നെ ഷീറ്റ് മെറ്റൽ വർക്കേഴ്സ് ഉണ്ട് 72 102 അവർ NOC കോഡ്, ടിയർ ലെവൽ 2 വരുന്ന ജോലിയാണത്. പിന്നെ മെഷീനിസ്റ്റ് ആൻഡ് മെഷീനിങ് ആൻഡ് ടൂളിംഗ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട് 7100 ആണ് NOC കോഡ്, ടിയർ ലെവൽ 2 ആണത്. പിന്നെ വരുന്നത് വെച്ചാൽ ഹോം ബിൽഡിംഗ് ആൻഡ് റിനോവേഷൻ മാനേജേഴ്സ് ഉണ്ട്, അവർ NOC കോഡ് 70011 ആണ്, അവർ ടിയർ 0 കാറ്റഗറി പെടുന്ന ജോലിയാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് കൺസ്ട്രക്ഷൻ മാനേജേഴ്സ് ആണ്, അവർ NOC കോഡ് വരുമ്പോഴത്തേക്ക് 70010 വരും, അതും ടിയർ 0 കാറ്റഗറിയിലാണ്. പിന്നെ വരുന്നത് കുക്ക് വരുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ട്രേഡ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ കുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്, നേരത്തെ അങ്ങനെ സംഭവം ഇല്ലായിരുന്നു. അപ്പോൾ നാട്ടിൽ നിന്ന് കുക്കായിട്ട് വരുന്ന ആൾക്കാർ അല്ലെങ്കിൽ കൾണറി ഫീൽഡിൽ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ നല്ലൊരു ഗുണം ചെയ്യും. അപ്പോൾ ട്രേഡ് കാറ്റഗറി വരുമ്പോഴത്തേക്ക് ഈ സ്കോർ വളരെയധികം കുറവായിരിക്കും, അപ്പോൾ നിങ്ങൾക്ക് PR കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അവർ NOC കോഡ് വരുമ്പോഴത്തേക്ക് 63200 ആണ്, ടിയർ ലെവൽ 3 കാറ്റഗറി പെടുന്ന ജോലിയാണത്. പിന്നെ വരുന്ന ജോലി എന്ന് വെച്ചാൽ കൺസ്ട്രക്ഷൻ എസ്റ്റിമേറ്റ്സ് ആണ്, അവരുടെ NOC കോഡ് 2233 ആണ്, അത് ടിയർ ലെവൽ 2 പെടുന്ന കാറ്റഗറിയിലുള്ള ജോലിയാണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഏകദേശം 4 ജോലികൾ ഈ ട്രേഡിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്, അതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റാളേഴ്സ് ആൻഡ് സർവീസേഴ്സ്, NOC കോഡ് 73200 ആണ്, ടിയർ ലെവൽ 3 കാറ്റഗറി പെടുന്ന ജോലിയാണത്. പിന്നെ വരുന്നത് വെച്ചാൽ എലിവേറ്റർ കൺസ്ട്രക്ടേഴ്സ് ആൻഡ് മെക്കാനിക്സ് ആണ്, അതായത് നമ്മുടെ ലിഫ്റ്റ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ലിഫ്റ്റ് മെക്കാനിക് ഒക്കെ ഉണ്ടല്ലോ, അവർ NOC കോഡ് എന്ന് വെച്ചാൽ 72406 ആണ്, അത് ടിയർ 2 കാറ്റഗറി പെടുന്ന ജോലിയാണ്. പിന്നുള്ളത് മെഷീൻ ഫിറ്റേഴ്സ് ആണ്, അവർ NOC കോഡ് എന്ന് വെച്ചാൽ 72405 ആണ്, അത് ടിയർ 2 കാറ്റഗറി പെടുന്ന ജോലിയാണ്. പിന്നെ വരുന്നത് വെച്ചാൽ കോൺട്രാക്ടേഴ്സ് ആൻഡ് സൂപ്പർവൈസർ ആൻഡ് അതർ കൺസ്ട്രക്ഷൻ ട്രേഡ് ഇൻസ്റ്റാളേഴ്സ് റിപ്പയർസ് ആൻഡ് സർവീസസ്, ഇവർ NOC കോഡ് എന്ന് വെച്ചാൽ 72014 ആണ്, ഇത് ടിയർ 2 കാറ്റഗറി പെടുന്ന ജോലിയാണ്. അപ്പോൾ ഇത്രയും ജോലികൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒഴിവാക്കപ്പെട്ട 4 ജോലികളിൽ ഏതെങ്കിലും ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ശ്രദ്ധിക്കുക, നെക്സ്റ്റ് കാറ്റഗറി ഡ്രോ നടക്കുന്ന സമയത്തേക്ക് നിങ്ങളുടെ ജോലി ആ ലിസ്റ്റിൽ കാണത്തില്ല, അതായത് നിങ്ങൾക്ക് PR ഇൻഡക്ഷൻ കിട്ടത്തില്ല. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ഇതിൽ പുതുതായിട്ട് 2 ജോലികൾ ആഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് റിമൂവ് ചെയ്തിട്ടില്ല. ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ കോൺട്രാക്ടർ ആൻഡ് സൂപ്പർവൈസർ ലാൻഡ്സ്കേപ്പിംഗ് ഗ്രൗണ്ട് മെയിൻ്റെനൻസ് ആൾക്കാരാണ്. ഇവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 82031 ആണ്, അത് ടിയർ 2 കാറ്റഗറി പെടുന്ന ഒരു ജോലിയാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചർ സർവീസ് കോൺട്രാക്ടർ ആൻഡ് ഫാം സൂപ്പർവൈസേഴ്സ് ആണ്. ഇവർ NOC കോഡ് വരുമ്പോഴത്തേക്ക് 82030 ആണ്, അവരുടെ ടിയർ ലെവൽ എന്ന് പറയുന്നത് 2 ആണ്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പുതുതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടല്ലോ, എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ കാറ്റഗറി ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു, നമ്മുടെ നാട്ടിൽ സ്കൂൾ ടീച്ചറാണ്, അല്ലെങ്കിൽ ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്ററാണ്, പ്രൈമറി ലെവൽ എഡ്യൂക്കേറ്ററൊക്കെയാണ്, ടീച്ചറാണ്, ഞാൻ എങ്ങനെ ക്യാനലിലേക്ക് വരാൻ വേണ്ടി പറ്റും, എനിക്ക് PR കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേർക്ക് മെസ്സേജ് അയക്കാറുണ്ടായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ ഫീൽഡ് പുതുതായിട്ട് ഈ പറഞ്ഞ എക്സ്പ്രസ് സെൻട്രലിൽ കാറ്റഗറിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേര് ഇതിൽ കാണാൻ ചാൻസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെ ജോലി എന്ന് പറഞ്ഞാൽ എലമെന്ററി ആൻഡ് സെക്കൻഡറി സ്കൂൾ ടീച്ചർ അസിസ്റ്റന്റ്. കണ്ടോ, ഈ ഫീൽഡിലാണ് നമ്മുടെ നാട്ടിൽ ഒത്തിരി പേര് ജോലി ചെയ്യുന്നത്. അവർക്ക് എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ഞാനൊരു ടീച്ചറാണ്, എലമെന്ററി സ്കൂളാണ് പഠിപ്പിക്കുന്നത്, അപ്പോൾ എനിക്ക് ക്യാനലിലേക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്, PR കിട്ടുമെന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ വർഷം എഡ്യൂക്കേഷനിൽ ഏതെങ്കിലും ഒരു കാറ്റഗറി ഡ്രോ നടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട് PR കിട്ടാനായിട്ട്. NOC കോഡ് ശ്രദ്ധിക്കണം, 43100 ആണ് NOC കോഡ്, ടിയർ ലെവൽ 3 ആണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ടർ ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റീസ് ആണ്, അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 4223 ആണ്, ടിയർ ലെവൽ 2 ആണ്. പിന്നെ വരുന്നത് വെച്ചാൽ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേറ്റർ ആൻഡ് അസിസ്റ്റൻസ്, ഇത് നല്ലൊരു ഫീൽഡാണ് കേട്ടോ. ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ ക്യാനലിൽ ഹൈലി ഡിമാൻഡുള്ളൊരു സാധനമാണ്, നല്ല കാര്യമാണ് അത് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ. അപ്പം അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 4222 ആണ്, ടിയർ ലെവൽ 2 ആണ് ആ ജോലി വരുന്നത്. പിന്നുള്ള ജോലി എന്ന് പറഞ്ഞാൽ എലമെന്ററി സ്കൂൾ ആൻഡ് കിൻഡർ ഗാർഡൻ ടീച്ചേഴ്സ് ഉണ്ട്, അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 4122 ആണ്, അതിൽ ടിയർ ലെവൽ 1 ആണ് വരുന്നത്. പിന്നെ പറയുന്നത് സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് ആണ്, അവർ NOC കോഡ് എന്ന് പറഞ്ഞാൽ 41220 ആണ്, ടിയർ ലെവൽ 1 ആണ്. അപ്പോൾ ഇത്രയും ജോലികളാണ് ഇപ്പോൾ ഈ പറഞ്ഞ എഡ്യൂക്കേഷൻ എന്ന കാറ്റഗറിയിൽ ആഡ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്, ഇപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്കിനുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ നാട്ടിൽ നിന്നാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് പ്രിഫറൻസ് കിട്ടത്തില്ല. കാരണം ലക്ഷങ്ങളൊക്കെ മുടക്കി കാനഡയിൽ പഠിക്കാൻ വന്ന ആൾക്കാർ ഒത്തിരിയും പേര് വർക്ക് പെർമിറ്റ് എക്സ്പയർ ആയി പോയിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. ഒത്തിരിയും പേര് നാട്ടിലേക്ക് പോകേണ്ട അവസ്ഥയൊക്കെ വന്ന് ഇപ്പോൾ ഉണ്ട്, അവർക്ക് PR കിട്ടുന്നില്ല. അപ്പോൾ അവർക്കൊരു പരിഗണന കൊടുക്കാനായിട്ടാണ് ഇങ്ങനെ കുറേ പുതിയ കാറ്റഗറീസ് കൊണ്ടുവന്നിട്ട് കുറേ ജോലികൾ ഒഴിവാക്കി കുറേ ജോലികൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും നല്ലൊരു അഴിച്ചുപണിയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നാട്ടിൽ നിന്നുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഇനി PR കിട്ടാൻ വളരെയധികം പാടായിരിക്കും. നിങ്ങൾക്ക് സാമ്പത്തികപരമായിട്ട് കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ കാനഡയിലേക്ക് പഠിക്കാൻ വേണ്ടി വരിക. ഞാൻ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ജോലി കിട്ടുന്ന രീതിയിൽ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പഠനത്തിന് ശേഷം നാട്ടിലെ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്ത് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിന് എലിജിബിൾ ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ PR കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അല്ലാതെ ഞാൻ ഈ പറയാത്ത കുറേ ജോലികളൊക്കെ ഉണ്ടല്ലോ, അതിൽ കുക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല കാര്യമാണ്, അത് കാറ്റഗറി ബേസിലാണ് പറയുന്നത്. പല PNB പ്രോഗ്രാമിലും റെസ്റ്റോറൻറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴാണ് കാറ്റഗറി ബേസിൽ കുക്ക് എന്ന് പറയുന്ന ഒരു പുതിയ ജോലി ട്രേഡിൽ കൊണ്ടുവന്നിരിക്കുന്നത്. നല്ലൊരു കാര്യമാണ്. ഞാൻ ഇത്രയും ജോലികൾ എടുത്തു പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ പലരും പല ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, അവർക്ക് കുറച്ചുകൂടെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സ് ആരെങ്കിലും കാനഡയിലേക്ക് വരാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കാനഡയിൽ PR കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.
ഇതുപോലെ ഇൻഫോർമേറ്റീവ് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ മിസ്സായി പോകാതിരിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ആ ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമ്മളെടുത്ത വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കുറേ പേർക്ക് ഉപകാരപ്രദമായി ഞാൻ വിശ്വസിക്കുന്നു. കുറച്ച് ലെങ്തി ആയിപ്പോയി, കാരണം ഇതെല്ലാം പറയുന്നത് വെച്ചിട്ടാണ്. വീണ്ടും മറ്റൊരു കാണുമ്പോൾ സ്റ്റേ ട്യൂൺ. ബൈ.